സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഇളമ്പക്ക കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കി നോക്കാം. ഇത് ചെറിയ ഇളമ്പക്കയാണ്. ഇതിലെ തോടുകൾ എടുത്തു മാറ്റണം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി പുഴുങ്ങിയെടുക്കാം. ഇളമ്പക്ക പുഴുങ്ങിയെടുക്കേണ്ടത് വെള്ളം ഒഴിക്കാതെയാണ്. കഴുകി പാത്രത്തിലിട്ട് സ്റ്റൗവിൽ വെച്ചാൽ മതി. വെള്ളം ഇതിൽ നിന്ന് തനിയെ വരും. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കാം. എല്ലാം പിളർന്നു വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിൻ്റെ മസാലക്കറിയും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇതൊന്ന് ഇളക്കി നോക്കി എല്ലാം പിളർന്നിട്ടുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ ഇറച്ചി എടുത്ത് മാറ്റാം. ഇളമ്പക്ക ഇറച്ചി കൊണ്ടും പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം. നല്ലതുപോലെ പിളർന്നു വരണം. അതുവരെ വേവിച്ചെടുക്കണം. മൂടി വെച്ചാൽ അതിലുള്ള വെള്ളം തിളച്ചു മറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കണം. ഇത് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പണിയാണ്. ഇത് ഇറച്ചിയെടുത്ത് വൃത്തിയാക്കി എടുക്കുന്നതിലാണ് കഷ്ടപ്പാട്. ഇതിൻ്റെ പിന്നിലുള്ള കറുത്ത ഭാഗം ഞെക്കി മാറ്റണം. അത് ഇളമ്പക്കയുടെ അഴുക്കാണ്. ഈ അഴുക്ക് പിന്നിൽ പിടിച്ച് അമർത്തുമ്പോൾ ഇതിൻ്റെ അഴുക്ക് പുറത്തു പോകും. അവസാനം കളയാം എന്ന് കരുതിയാൽ അത് കളയാനും പറ്റില്ല.
ഈ അഴുക്ക് കളയാൻ ആരും മെനക്കെടാറില്ല. ഇനി നമുക്ക് മസാലക്കറി ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. അരമുറി തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. 1/4 കിലോ ഇളമ്പക്ക ഇറച്ചി, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് മുറിച്ചത്, ഒരു തക്കാളി മുറിച്ചത്, ഒരു ചെറിയ സവോള മുറിച്ചത്. ഇളമ്പക്ക വൃത്തിയാക്കിയതുണ്ടെങ്കിൽ മസാലക്കറി ഉണ്ടാക്കാൻ വളരെയധികം എളുപ്പമാണ്, നല്ല സ്വാദുമാണ്. ഇനി ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ വറുത്തെടുത്ത മസാല അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് മൂന്ന് ആവി വരുന്നത് വരെ വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരണം. ഇത് ചപ്പാത്തിക്കും ചോറിനും കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് വറുത്തിടാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നിങ്ങളും ഒന്ന് മറക്കാതെ ഇതുണ്ടാക്കി നോക്കണം. ഇതിൻ്റെ മുകളിൽ കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.